ഇന്ന് ആളുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു. പക്ഷെ ഞാൻ വിളിക്കുന്നതിന് മുന്നേ തന്നെ ആളിതേ എണീറ്റ് വന്നിട്ടുണ്ട് ഗുഡ് ബോയ് ആയിട്ട്. അങ്ങനെ ആൾക്ക് ഫുഡൊക്കെ കൊടുത്ത ശേഷം സ്നാക്സും ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ച വരുള്ളൂ, അപ്പോൾ സ്നാക്സ് മാത്രം കൊണ്ടുപോയാൽ മതി. ഇതാട്ടോ ആളെ യൂണിഫോം എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ആളെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതേ അനിയന് കുറച്ച് ഉമ്മയും കൊടുത്തിട്ടുണ്ട്. ആൾ ഒത്തിരി ഹാപ്പി ആയിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. എനിക്ക് ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, ആൾ കരയോ എന്നോർത്തിട്ട്. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് മോനെ സ്കൂൾ കൊണ്ടാക്കിയത്. ഫസ്റ്റ് ഡേ അല്ലേ, അവരെ വെൽക്കം അടിപൊളിയായിരുന്നു. ആൾക്കും അത് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളെ ക്ലാസ്സിലേക്ക് കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴും ആൾ ഒത്തിരി ഹാപ്പി ആയിരുന്നു. പിന്നീട് അങ്ങ് ആളെ സ്വഭാവം കുറച്ചൊന്നും മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വരുന്ന കുട്ടികളെല്ലാം ക്ലാസ്സിലിരുന്ന് ഒരേ കരച്ചിലായിരുന്നു. അത് കണ്ട് അവിടുത്തെ റൂൾസ് അതാണെന്ന് വിചാരിച്ച് ആളും ഇരുന്ന് കരയായിരുന്നേ. പിന്നെ ആളങ്ങ് ഓക്കെ ആയി. 12:30 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ തൊട്ടടുത്ത ഓഡിറ്റോറിയത്തിൽ വെയിറ്റ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവനെ ക്ലാസ്സിലാക്കി ഞങ്ങൾ നേരത്തെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു കോഫിയൊക്കെ കുടിക്കാം. കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു ബോറടിക്കല്ലേ. അങ്ങനെ തൊട്ടടുത്തുള്ള ക്യാൻറ്റീൻ ചെന്നിട്ട് നമ്മളിത് ഓരോ കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പേര് മാത്രം ബർഗർ, കാണാനും കഴിക്കാനും അത് ബർഗർ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായല്ലോ അല്ലേ. 12 മണിയായപ്പോൾ നമ്മൾ നേരത്തെ സ്കൂളിലേക്ക് ചെന്ന് ആളെ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊക്കെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ. ആളെ ബാഗ് നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.